ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ മാർച്ചിലെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. മാർച്ച് വന്നിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മന്താണ്. മെയിനായിട്ട് മാർച്ച് 8 ശിവരാത്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ 31 ഈസ്റ്ററാണ്. സ്പിരിച്വലി നോക്കിക്കഴിഞ്ഞാൽ 10 ന്യൂ മൂൺ വരുന്നുണ്ട്. 25 വന്നിട്ട് ഫുൾ മൂൺ ആണ്. ഈ ഒരു ഫുൾ മൂൺ വന്നിട്ട് ലൂണാർ എക്ലിപ്സ് ആണ്. ഓക്കെ, ചന്ദ്രഗ്രഹണം. അങ്ങനെ ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മന്താണ് ഈ നെക്സ്റ്റ് മന്ത് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ മറന്നുപോയി, 25 ഹോളിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി സെലിബ്രേഷൻ്റെ ഒത്തിരി ഫൺ എലമെൻറ്റ് ഉള്ള ഒരു മന്താണ് മാർച്ച് വന്നിട്ട്. ആരുടെയെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ടാരോ ഡെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഡെക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഓപ്ഷൻ 1, ഇത് ഓപ്ഷൻ 2, ഇത് ഓപ്ഷൻ 3. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നമുക്ക് ഈ ടാരോട്ട് കാർഡ് ലാസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. താങ്ക് യു. Heart guardian, love and let yourself be loved. സ്നേഹത്തിൻ്റെ എനർജിയാണ്, ലവിൻ്റെ എനർജി. ഓക്കെ, ഡ്രം, ഡ്രീം ആൻഡ് ജേർണി. ഓക്കെ, ബാക്കിൽ വന്നിട്ട് വൈറ്റ് വിച്ച് ആണ്, ബി ദ ലൈറ്റ്. ഇവിടെ മെയിനായിട്ട് ഈ ഒരു മന്ത് ഹേർട്ട് സ്പേസ് ഹീലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, സത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ആ വിസ്ഡം, ആ അറിവായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ജേർണി, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് സെൽഫ് ലവിൻ്റെ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഡ്രീം ആയിരിക്കാം. മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളായിരിക്കാം. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഒരു ജേർണി കൂടെ ഈ ഒരു മന്ത് കടന്നു പോകുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങളെ സ്പിരിറ്റ് ആനിമൽ ഗൈഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മാസം നോക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് ഏത് സ്പിരിറ്റ് ആനിമലാണ് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നത്. ഓക്കെ, ആ ആനിമൽ സ്പിരിറ്റിൻ്റെ വിസ്ഡം ഗൈഡൻസ് നിങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഈ ഒരു മന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു. ഓക്കെ, വാട്ട് ഗിഫ്റ്റ് awaits? ഗ്ലിറ്റർ. ഈ ഒരു ജേർണിയിൽ മെയിനായിട്ടൊരു ബ്ലോക്കേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗിഫ്റ്റ്സ്, നിങ്ങളുടെ ടാലൻറ്റ്സ് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല, കറക്റ്റായിട്ട് പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രശ്നം ഈ ഒരു മന്തിൽ കുറച്ച് പേർക്ക് തരണം ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ എന്താ പറയുക, മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട്, നിങ്ങൾ ബാക്ക് സ്റ്റേജിൽ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ്സ്, ടാലൻറ്റ്സ്, അത് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ശ്രമിക്കാനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഗ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കമാണ്. നമ്മൾ എപ്പോഴും പറയാറില്ലേ, എന്താ പറയുക, മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് പറയാറില്ലേ, ആ ഒരു എനർജിയും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ മുന്നിൽ തിളങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളുടെയും സത്യം മനസ്സിലാക്കുമ്പോൾ, ട്രൂത്ത് മനസ്സിലാക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ കെയർഫുൾ ആകുക ഈ ഒരു മന്ത് വന്നിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ സത്യമാവണം എന്നില്ല.
ഓക്കെ, അതിൻ്റെ ട്രൂത്ത് അതിൻ്റെ ഡീപ്പസ്റ്റ് ലെവലിലോട്ട് ആഴത്തിലിറങ്ങി ചെല്ലുമ്പോൾ ട്രൂത്ത് നേരെ വിപരീതമാകാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പുറമോടി കണ്ടിട്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു ആദ്യത്തെ ആ ഒരു അട്രാക്ഷൻ കൊണ്ടിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. കുറച്ചും കൂടെ ആഴത്തിൽ, കുറച്ചും കൂടെ ഡിസ്കവറിയുടെ എനർജിയിൽ നിങ്ങൾ ടാപ്പിൻ ചെയ്യാനായിട്ട് ഈ ഒരു മന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു ഹാർട്ട് സ്പേസിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിൽ അറ്റ് പ്രസൻറ്റ് ഉണ്ടാകുന്നുണ്ടാകാം. മെയിനായിട്ട് ലവ്, റിലേഷൻഷിപ്പ്, ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. സ്പിരിച്വൽ കണക്ഷൻ കുറച്ച് പേർക്ക് കട്ടായിട്ട് ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് വന്നിട്ട് ഈ ഒരു മന്തിൽ വന്നിട്ട് നിങ്ങൾ കുറേ കൂടെ നിങ്ങൾ കമ്പാഷനിൽ, സ്നേഹം, അനുകമ്പ, ഫോർഗീവ്നെസ്, അതായത് ക്ഷമിക്കാനുള്ള ആ ഒരു എനർജി, നിങ്ങളെയും മറ്റുള്ളവരെയും ക്ഷമിക്കാനുള്ള ആ ഒരു എനർജി, അതിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ആ ഒരു ജേർണി ആയിരിക്കാം ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഗോളിൽ എത്തിച്ചേരാനായിട്ടായിരിക്കാം കുറച്ച് പേര് ഈ ഒരു മാസം ശ്രമിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾ നിങ്ങളുടെ എനർജി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു മന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു ഗുരുവിൻ്റെ സപ്പോർട്ട്, ഒരു ടീച്ചറിൻ്റെ സപ്പോർട്ട് നേടുന്നതും നിങ്ങളെ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. Pile number 1. Magician, beautiful. 5 of Cups. Okay. ഈ ഒരു മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 5 of Cupsൻ്റെ എനർജി, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ഈ ഒരു മാസം തിരിച്ചറിയുന്നതാണ്. കുറച്ച് പേർക്ക് അത് ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഏത് എനർജിക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കണം, എന്ത് ലെറ്റ് ഗോ ചെയ്യണം, അവിടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോൺലിനെസ്, ഒറ്റപ്പെടൽ, ലാക്ക് മെൻറ്റാലിറ്റി, എനിക്ക് വർത്തില്ല, എനിക്ക് മൂല്യമില്ല, അങ്ങനത്തെയൊക്കെ എനർജിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു മാസം സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി സപ്പോർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി, ആ ഒരു എനർജി കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഈ ഒരു മാസം ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരോട്, ഈശ്വരനോട്, ഒത്തിരി പേരോട് നന്ദിയോടുകൂടി നിങ്ങൾ ആ ഒരു എനർജി സ്മരിക്കുന്നതായിട്ടും ഈ ഒരു മാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു മാസം വന്നിട്ട് ഒത്തിരി മാജിക്കലായിട്ടുള്ള ഒരു മന്തായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്ലേസസ്, നിങ്ങൾ വിചാരിക്കാത്ത പ്ലേസസിൽ നിന്നിട്ട് സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹീലിംഗ്, അതെല്ലാം ഈ ഒരു മന്ത് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. Pile number 1. Queen of Coins. Five of Swords. 5-5. ഓക്കെ, കുറച്ചും കൂടെ സ്ട്രോങ് ആകുക. ഓക്കെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള മാനിപ്പുലേഷൻ എനർജി, നെഗറ്റീവ് എനർജി, അതിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ക്യൂൻ്റെ കയ്യിൽ എന്താ പറയുക, വെൽത്ത് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്, ഒത്തിരി പോസിറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിന് ചുറ്റും നമുക്കൊരു സ്നേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റും ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഗ്രോത്തിൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ജലസ് എനർജി, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. അത് നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു മന്ത് ശ്രമിക്കുക. അവർ ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മേലിൽ അതോറിറ്റി കൊണ്ടുവരാനായിട്ട്
ഓക്കെ, നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അത് കുറച്ച് കെയർഫുള്ളാകുക ഈ ഒരു മന്ത് വന്നിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളതെല്ലാം നേരിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫീനിക്സ് പക്ഷി ഉയർന്ന് പറക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങളെ താഴ്ത്താനായിട്ട് ശ്രമിച്ചാലും അതിൽ നിന്നെല്ലാം ഉയർന്നു വരാനായിട്ടുള്ള പൊട്ടൻഷ്യൽ, കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവിടെ നിന്നിട്ട് ഉയരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ ഒരിക്കലും ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിർത്താനായിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. കുറച്ച് പേരോട് നിങ്ങളുടെ മണി ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കെയർഫുൾ ആകാനായിട്ടും ഈ ഒരു മന്ത് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമ്പർ 1, ഫോർ ഓഫ് സോഡ്സ്. ഇത് വന്നിട്ട് ഒരു സ്റ്റക്ക് എനർജിയാണ്. ഇതിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളിവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു മാസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് 3 ഓഫ് സോഡ്സിൻ്റെ എനർജി ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ, മൈൻഡിൽ ഒത്തിരി പെയിൻ, ഒത്തിരി വിഷമങ്ങൾ, നിങ്ങൾ സ്റ്റക്കാണ്, ഒത്തിരി വൂണ്ടഡ് ആയിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഇൻറ്റേർണൽ സ്ട്രഗിൾസ് കൊണ്ടുവരുന്നതായിട്ട്, ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയും കുറച്ചും കൂടെ ബാലൻസ് ചെയ്ത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേരോട് നിങ്ങളുടെ വേർഡ്സ് കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഈ ഒരു മാസം പറയുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ എനർജി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിങ് ഓഫ് സോഡ്സ്. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞ എനർജി തന്നെയാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുള്ളാകുക. നിങ്ങളുടെ ഇൻ്റലിജൻസും കൂടെ യൂസ് ചെയ്യുക, നിങ്ങളുടെ വിസ്ഡം, അറിവും കൂടെ യൂസ് ചെയ്യുക. എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ട്, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി കൂടി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹാർട്ട് സ്പേസ്, നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേൾക്കണം. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ടും ഈ ഒരു മന്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു മാസത്തിലോട്ടുള്ള. താങ്ക് യു. നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ്? ഐ ഹാവ് ദ കറേജ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. ഓക്കെ, ഇവിടെ വന്നിട്ട് എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള കറേജ്, പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ്. കുറച്ച് പേർക്ക് ഇത് റിസ്ക് എടുക്കുന്ന എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുന്നുണ്ട്. എഗെയിൻ ഈ ഒരു എനർജി തന്നെയാണ്. കുറച്ചും കൂടെ ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ടിരിക്കുന്നതാണ്, നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ പെട്ടെന്നൊരു നമുക്ക് അറിയാത്തൊരു സംഭവം, ഇപ്പോൾ നമ്മളൊരു കരിയറിൽ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു പുതിയൊരു സിറ്റുവേഷനാണ്, പുതിയൊരു സ്ഥലമാണ്, ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ അറിവിനോട് നിങ്ങൾ എസ് പറയാനായിട്ട് ശ്രമിക്കുക, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക. അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് അഫർമേഷൻ എന്താണ് നിങ്ങളുടെ ഈ ഒരു മന്തിലോട്ടുള്ള? ഐ വെൽക്കം മിറാക്കിൾസ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടെ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ടാണ് പറയുന്നത്. നിങ്ങൾ മിറാക്കിൾസിനെ, ഓക്കെ, അത്ഭുതങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അതായത് ഇത് സംഭവിക്കുമോ, ഇത് നടക്കുമോ, അങ്ങനെ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാതിരിക്കുക. ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ കുട്ടികളെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഈ ഒരു മാസം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസം വന്നിട്ട് നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു മാസം പറയുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് പോകാതിരിക്കുക. ഓക്കെ, കുറച്ചും കൂടെ ജീവിതം, കുറച്ചും കൂടെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ
മൈൻഡ് കുറച്ചും കൂടെ ഫ്രീ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു മാസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേര് ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഓൺലൈൻ ആകാം അല്ലെങ്കിൽ എന്ത് ബിസിനസ്സും ആകാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ആ ഒരു ഫീൽഡിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു അടിത്തറ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒത്തിരി അവസരങ്ങൾ, നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാകുന്നതാണ് ഉള്ളിൽ. അപ്പോൾ കുറേ കൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട്, പുതിയ അവസരങ്ങൾക്ക് എസ് പറയാനായിട്ട് നിങ്ങൾ റെഡിയാകുന്നതാണ്. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ വന്നിട്ട് ഐ ചൂസ് ടു ഫോക്കസ് ഓൺ വാട്ട് ഐ ക്യാൻ ചേഞ്ച്. എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ എന്താ പറയുക, എന്നാൽ കഴിയുന്ന എഫേർട്ട് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഈശ്വരനിൽ വിടേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. അത് നിങ്ങൾ സറണ്ടറിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഈ ഒരു മാസം ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് മെസ്സേജസ് നോക്കാം. താങ്ക് യു. പയൽ നമ്പർ 1. താങ്ക് യു. പയൽ നമ്പർ 1. ഓക്കെ, സെൽഫ് സാബോട്ടേജ്. ഈ ഒരു എനർജിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. സെൽഫ് സാബോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ലൈഫിൻ്റെ എന്താ പറയുക, ലൈഫിനെ കുറച്ച് കാണുക, നമ്മൾ തന്നെ ലൈഫിലൊരു ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഓക്കെ, തടസ്സം ക്രിയേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഈ ഒരു 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയിലും അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാനായിട്ട് ഈ ഒരു മാസം ശ്രദ്ധിക്കുക. ഡാർക്ക് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾ കെയർഫുൾ ആകുക. താങ്ക് യു. ഇൻ ദ നിയർ ഫ്യൂച്ചർ, നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലെവൻ മേക്ക് എ വിഷ്. ബ്യൂട്ടിഫുൾ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് 11 ഏഞ്ചൽ നമ്പർ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നുണ്ടാകാം. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് അതൊരു വാർണിംഗ് സിഗ്നലായിട്ട് ഈ ഒരു മന്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പയൽ നമ്പർ 1. താങ്ക് യു. ബ്ലെസ്സിങ്സ് ഫോർ പയൽ നമ്പർ 1. Pile number 1 blessings. Okay, blessings. Pile number 1 blessings. Pile number 1 blessings. Rainbow. The most difficult part of a situation is over. നിങ്ങളെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സിറ്റുവേഷൻ ഈ ഒരു മന്ത് എൻഡാകുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു എൻഡിങ് ഫേസിലോട്ട് ഈ ഒരു മാസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാഗ്. സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് ഓർ എ റേസ്. കൺഗ്രാജുലേഷൻ. ഈ ഒരു മാസം കുറച്ച് പേർക്ക് പുതിയ ജോലി ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു കരിയർ ഫീൽഡിലുണ്ടെങ്കിൽ അവിടെ റേസ് ലഭിക്കാനായിട്ട്, ഒത്തിരി അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മാസം ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. ബൗൾ. പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ്. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനായിട്ട്, ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങാനായിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് പൈനാപ്പിളിലാണ് ഫോക്കസ് പോകുന്നത്. കുറച്ച് പേർക്ക് ഡീടോക്സ് ചെയ്യണം എന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മാസം പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, ഡയറ്റിൽ നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുൾ ആകുന്നതാണ് ഈ ഒരു മാസം. കുറച്ച് പേർക്ക് വന്നിട്ട് ഇമോഷണൽ ഡീടോക്സ് ആണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു
ഇമോഷണൽ എനർജി കുറേയൊക്കെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഈ ഒരു മാസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫോർഗീവ്നെസ്സിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. പൈനാപ്പിൾ. ഓക്കെ. ഹാറ്റ്, യു വിൽ ബി പ്ലേയിങ് എ ഡിഫറെൻറ്റ് റോൾ. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് കരിയറിലായിരിക്കാം. നിങ്ങളുടെ കരിയറിൽ കുറച്ചും കൂടെ ഉത്തരവാദിത്വമുള്ള ഒരു റോള് ഏറ്റെടുത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പ്രൊമോഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾ കുറച്ചൊരു എന്താ പറയുക, പേടി, ഷൈ അങ്ങനത്തെയൊക്കെ എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളെ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ കഴിവുകളെ കുറച്ചും കൂടെ അംഗീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ബാക്കിൽ വന്നിട്ട് സ്ട്രോക്ക്, ന്യൂസ് ഓഫ് എ ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. കുറച്ച് പേർക്ക് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ലഭിക്കുന്നതാണ്. ഓക്കെ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പ്രഗ്നൻസിയുടെ ന്യൂസ് ആയിരിക്കാം. ഓക്കെ. നെക്സ്റ്റ് ബ്ലെസ്സിങ് നോക്കാം. പായൽ നമ്പർ 1. സ്പിരിച്വൽ ബ്ലെസ്സിങ്. നിങ്ങൾക്ക് ഈ ഒരു മാസം സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒത്തിരി സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. പായൽ നമ്പർ 1. എന്ത് ബ്ലെസ്സിങ് ആണുള്ളത്? ഓക്കെ. ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഇവിടെ വന്നിട്ട് ഈശ്വരൻ്റെ ഇടപെടലുകൾ. ഓക്കെ. ഡിവൈൻ ഇൻ്റർവെൻഷൻ. എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ഒരു ഗ്രേസ്, സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ. അട്രാക്ഷൻ, ആകർഷണം. കുറച്ച് പേര് കുറച്ചും കൂടെ നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാകാം. കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേര് ലോ ഓഫ് അട്രാക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ. അതിനെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ബ്ലെസ്ഡ് ചേഞ്ച്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ, ഓക്കെ, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്. ബ്ലെസ്സിങ്സ് ഓൺ യുവർ ലവ്. അഗെയിൻ ഈ ഒരു ഹാർട്ട് സ്പേസിൻ്റെ എനർജിയാണ്. ലവ് റിലേഷൻഷിപ്പിൽ കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ. പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ വൂൺസ് ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പീസ്ഫുൾ എനർജി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മാസം ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. 2 കാർഡും കൂടി എടുക്കാം നമുക്ക്. കണ്ടോ, സ്കിൻ കെയർ റുട്ടീൻ. ഇവിടെ നിങ്ങളുടെ സ്കിൻ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് അഗെയിൻ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യുന്നതായിട്ട്, ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്, സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിൽക്കുന്നുണ്ട്. ഓക്കെ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ പോസിറ്റീവ് റിസൾട്ട്സ് കാണുന്നതാണ്. 1 മോർ ബ്ലെസ്സിങ്. ഫൈനൽ ബ്ലെസ്സിങ് എന്താ നോക്കാം. പായൽ നമ്പർ 1. കണ്ടു, എഗെയിൻ ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. എത്ര സ്പിരിച്വൽ സപ്പോർട്ടാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ. ഈശ്വരൻ്റെ സംരക്ഷണം. കുറച്ച് പേർക്ക് ബാക്കിൽ വന്നിട്ട് മദർ ലവ് ആണ്. ഓക്കെ. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ അമ്മയുടെ സംരക്ഷണമാകാം, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇതിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു സംരക്ഷണം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് അമ്മയായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയും കുറച്ചും കൂടെ ഒരു സ്നേഹം കൊണ്ടുവരാനായിട്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പായൽ 1 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നമുക്ക് ഈ ടാരോട്ട് കാർഡ് ലാസ്റ്റ് യൂസ് ചെയ്യാം. പൈൽ നമ്പർ 2, താങ്ക് യു. Medicine Guardian, be open to healing information. Seer, see beyond the current situation. Okay. കുറച്ച് പേര് അറ്റ് പ്രസൻറ്റ് ഒരു ഹീലിംഗ് ജേർണി കൂടെ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഗ്രേറ്റ് ടീച്ചർ, ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാകാം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഓക്കെ. അവിടെ നിന്നെല്ലാം നിങ്ങൾ ഒത്തിരി ലെസൺസ്, ഒത്തിരി പാഠങ്ങൾ പഠിച്ചേക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെ ഒരു പീസ് കൊണ്ടുവരാം, ഒരു ശാന്തത കൊണ്ടുവരാം, ഒരു ഫ്രീഡം കൊണ്ടുവരാം, ആ ഒരു ജേർണിയിൽ കുറച്ച് പേര് കടന്നു പോകുന്നതായിട്ടാണ് ഈ ഒരു മാസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ജേർണിയും ആകാം. ഈ ഒരു ഇത് വന്നിട്ട് ആർക്കേഞ്ചൽ റാഫേലാണ്, ഹീലിങ്ങിൻ്റെ ആർക്കേഞ്ചലാണ്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലെവലിലെ ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഒത്തിരി കാര്യങ്ങൾ റിലീസ് ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറീസ് ആകാം, നിങ്ങളുടെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആകാം, നിങ്ങൾ ഉള്ളിൽ പിടിച്ചു വച്ചേക്കുന്ന പല കാര്യങ്ങളും ആകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഗ്രോത്തിൽ ഒത്തിരി ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. അപ്പോൾ അവിടെ ഒരു സെൽഫ് റിയലൈസേഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിൽ, നിങ്ങളുടെ ബോധമനസ്സിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒരു അവേക്കനിങ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ട്രൂ സെൽഫ്, നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫ്, ഓക്കെ, അത് മനസ്സിലാക്കാനായിട്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടീം നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കിനി മുന്നോട്ട് ഗ്രോത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പെർസെപ്ഷനിൽ, നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതിയിൽ, മനസ്സിലാക്കുന്ന രീതിയിൽ, ചിലപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നുണ്ടാകാം, സംശയിക്കുന്നുണ്ടാകാം. ഓക്കെ. അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ലൈറ്റ് എന്താണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. നിങ്ങളുടെ ചിന്താ രീതിയിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ എല്ലാം നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു എനർജി ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. കുറച്ച് പേർക്ക് എൻഡ്ലെസ് പോസിബിലിറ്റീസ്, നിങ്ങളുടെ മുന്നിൽ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടാകാം, ഒത്തിരി അവസരങ്ങളുണ്ടാകാം, ഇനിയും ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകാം. പക്ഷേ ഈ ഒരു പ്രോബ്ലം കാരണം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ മുന്നിൽ തന്നെ ആ ഒരു സൊല്യൂഷൻ നിൽക്കുന്നുണ്ടാകാം. ഓക്കെ. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതെല്ലാം ഇവിടെ എൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന ഹീലിംഗ് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഹീലിംഗ്, അത് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യുക. കുറച്ച് പേർക്ക് തേർഡ് ഐ ചക്ര ഹീലിംഗും നിങ്ങളെ ഈ ഒരു മാസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. താങ്ക് യു. ക്യാരി, ബോക്സ് ടേർട്ടിലാണ്. വാട്ട് ഈസ് ഓൾവേസ് മൈൻ. ടേർട്ടിൽ വന്നിട്ട് ഒരു സ്ലോ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെല്ലാം സ്ലോ ആയിട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിലൊരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ. അതും ഇവിടെ ഹീലിങ്ങിലൊരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ടാകാം. ബോക്സ് ടേർട്ടിൽ വന്നിട്ട്, ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണാണ്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാകാം. വാട്ട് ഈസ് ഓൾവേസ് മൈൻ, എൻ്റെ. ഓക്കെ. ആ ഒരു എനർജിയിൽ നിന്നും കുറച്ച് പേർക്ക് പുറത്ത് കിടക്കേണ്ട ആവശ്യം വരുന്നുണ്ടാകാം. ചിലപ്പോൾ അവിടെ
ഈഗോ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടാകാം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബാലൻസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾ സംസാരിക്കുന്ന രീതി, സംഭാഷണം, വേർഡ്സ്, അതിലെല്ലാം കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ഫോളോ ചെയ്ത് ഹീലിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമോഷണൽ സ്ട്രെങ്ത് നേടാനായിട്ട്, മാനസികമായിട്ട് കുറേ സ്ട്രെങ്ത് നേടാനായിട്ട് നിങ്ങളെ ഈ ഒരു ജേർണി ഈ മാസത്തിൻ്റെ എൻഡോടുകൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹീലിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 2. ഇവിടെ വന്നിട്ട് ക്യൂൻ ഓഫ് ഇൻ്റലിജൻസ്. നിങ്ങൾ ഒത്തിരി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അറിവ്, ഒത്തിരി വിസ്ഡം നിങ്ങളുടെ ഉള്ളിലുണ്ട്. സൺ, പോസിറ്റീവ് എനർജി. 8 of swords, 8 of wisdom. Knight of wisdom. കപ്സിൻ്റെ എനർജിയാണത് അല്ലേ? വിസ്ഡം കപ്സ് ആണ്. ഓക്കെ, Knight of intelligence, Knight of swords. Thank you. Queen of wisdom, Queen of cups. ഈ ഒരു മാസം വന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ പർപ്പസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൻ്റെ പിന്നിൽ നമുക്കൊരു കാരണം കാണും, ഒരു പർപ്പസ് കാണും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പർപ്പസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഈ ഒരു മന്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു പെൺകുട്ടി വന്നിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വാട്ടറിൽ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അത് ഈ ഒരു മാസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വിസ്ഡത്തിൽ, നൈറ്റ് ഓഫ് കപ്സിൽ വന്നിട്ട് പറയുകയാണ് ഈ ഒരു മാസം വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇവിടെ ഈ ഒരു നൈറ്റ് വന്നിട്ട് എന്താ പറയുക, എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഓവറായിട്ട് വർക്ക് ചെയ്യുക, ഓവറായിട്ട് വറി ചെയ്യുക, ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി അതിലോട്ട് പോകാതിരിക്കുക ഈ ഒരു മാസം വന്നിട്ട്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് ഇൻ്റലിജൻസ്, നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് എഗെയിൻ ഇവിടെ നമുക്ക് സണ്ണിൻ്റെ എനർജി, സ്ട്രെങ്ത്ത്, കറേജിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇവിടെ 8 ഓഫ് കപ്സിൽ വന്നിട്ട് സോറോസ് ആയിരിക്കാം, നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം, തോറ്റുപോയ ആ ഒരു എനർജി ആയിരിക്കാം. ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്നെല്ലാം മാറിയിട്ട് കുറച്ചുകൂടെ കറേജിയസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വരുന്ന തോട്ട്സ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, അതിലെല്ലാം കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരിൽ നിന്ന് വാലിഡേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ നല്ലത് പറയണം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ചിട്ട് എന്ത് ചിന്തിക്കും, അങ്ങനത്തെയൊക്കെ എനർജീസിലിരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നിങ്ങളെ ആ ഒരു ട്രാപ്പിൽ, എഗെയിൻ ആ ഒരു ട്രാപ്പിൽ തന്നെ നിർത്തുന്നതാണ്. പുറത്ത് കടക്കാനായിട്ട്, നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. എപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെന്താണ് ചിന്തിക്കുന്നത്, പീപ്പിൾ പ്ലീസിങ് എനർജിയിലിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഈ ഒരു മാസം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും ഈ ഒരു മാസം ശ്രമിക്കുന്നുണ്ടാകാം. അതും ഇവിടെ പോസിറ്റീവ് റിസൾട്ട്സ്, വിക്ടറി കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി ബ്രേക്ക് ത്രൂസ്, ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം അവൈലബിൾ ആണ്. കുറച്ച് പേര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഓക്കെ, അതിനെല്ലാം വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുന്നതായിട്ടും ഈ ഒരു മാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. ഈ ഒരു മാസത്തിലോട്ടുള്ള അഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 2.
ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക് ഓർ സേ അബൌട്ട് മീ, ബി യുവർ സെൽഫ്, ബിലീവ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളിൽ വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരിൽ നിന്നിട്ട് വാലിഡേഷൻ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുമോ സ്വീകരിക്കുമോ, ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫ്, നിങ്ങളുടെ ട്രൂ സെൽഫ്, ഓക്കെ, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മാസം വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മന്തിൽ 21, 22 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ്, ഓക്കെ, കുറച്ച് പേർക്ക് 3 വരുന്നുണ്ട്, അതുപോലെ തന്നെ 4ഉം വരുന്നുണ്ട്. അപ്പോൾ 3, 4 അതുപോലെ തന്നെ 21, 22 ഈ ഡേറ്റ്സ് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. മാർച്ചിലെ ആട്ടോ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് അഫർമേഷൻ എന്താണ്? ഡ്രീം, ഐ മാനിഫെസ്റ്റ് ലൈക്ക് എ ബോസ്, എൻഹാൻസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങളോട് ലൈഫിൽ നിങ്ങളുടെ ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, ഓക്കെ, എന്തെല്ലാം ഹീൽ ചെയ്യണം, ലെറ്റ് ഗോ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ സ്റ്റോറി, നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റോറി, അത് നിങ്ങളെ നെഗറ്റീവായിട്ടാണോ എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതും നിങ്ങൾ കുറച്ചും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മാസം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് പേരോട് പറയുന്നുണ്ട് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു മാസം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 2. താങ്ക് യു. പായൽ നമ്പർ 2. യു ഹാഡ് ഇനഫ് ലെസൺസ്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇത് അഗെയിൻ സ്ലോ ആൻഡ് സ്റ്റഡിയുടെ എനർജിയാണ്. നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാകാം, ഞാൻ ഒത്തിരി ലെസൺസ് ഓൾറെഡി ലേൺ ചെയ്തു, ഒത്തിരി പാഠങ്ങൾ പഠിച്ചു, പക്ഷേ എൻ്റെ ലൈഫ് എന്താണ് ചേഞ്ച് ചെയ്യാത്തത്, എന്താണ് മാറാത്തത്? ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കുക, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് നിങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഓരോ കാര്യങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ബാഡ് അഡ്വൈസ്, റോങ് ആയിട്ടുള്ള അഡ്വൈസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അതും കെയർഫുൾ ആകുക. ഓക്കെ, നൗ ഇറ്റ്സ് യുവർ ടേൺ. ഓക്കെ, നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എഫേർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ന്യൂ സ്റ്റോറി, വാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെക്കുറിച്ചിട്ട് എന്താ പറയുക, പോസിറ്റീവായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ന്യൂ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറി നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് എന്നും നിങ്ങൾ പറയുന്നത്? ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഡിവൈൻ എനർജി, ഈശ്വരൻ്റെ എനർജി, പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. യു നെവർ ഗേവ് അപ്പ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് നിങ്ങളുടെ ഏഞ്ചൽസ് പറയാണ്, എത്ര പ്രശ്നം വന്നാലും നിങ്ങൾ ഗേവ് അപ്പ് ചെയ്തില്ല, ഓക്കെ, വിട്ടുകൊടുത്തില്ല. ഓക്കെ, അതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പായൽ നമ്പർ 2, ബ്ലെസ്സിങ്സ്. ഓക്കെ, ന്യൂ ഹോം, ന്യൂ ആറ്റിറ്റ്യൂഡ്. കുറച്ച് പേർക്ക് ഇവിടെ പുതിയ വീടിൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് വീട് മോടി പിടിപ്പിക്കാനായിട്ട് ഹൗസ് ക്ലീനിങ്ങിലെല്ലാം ഈ ഒരു മാസം ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ ഒരു മാസം കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ക്യാൻഡിൽ, യു വിൽ ബി ഷോൺ ദ വേ. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട്, നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഡിവൈൻ എനർജി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ലൈറ്റായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഫെയർമാൻ, കുറച്ച് പേർക്ക് ഇത് ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പാർട്ട്ണറെ മീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, എഗെയിൻ മാൻ ആണ് വന്നേക്കുന്നത്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ. ഒത്തിരി റിലേഷൻഷിപ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഇത് കുറച്ച് പേർക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഫാമിലി മെമ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അവിടെ ഹീലിംഗ്, ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. താങ്ക് യു. ബ്ലെസ്സിങ്സ് പൈൽ നമ്പർ 2 കോയിൻസ്. മണി വിൽ ബി കമ്മിങ് ടു യു. ഇവിടെ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് കിട്ടാനുള്ള പൈസ ഈ ഒരു ടൈമിൽ ലഭിക്കുന്നുണ്ടാകാം. 4 ലീഫ് ക്ലോവർ, ഗുഡ് ഫോർച്യൂൺ, ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ. ഓക്കെ, ഒത്തിരി ഗുഡ് ലക്ക്, ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ബാക്കിൽ ലവ്, സ്നേഹം. ഓക്കെ, ഒത്തിരി സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒത്തിരി ഹീലിങ്ങിൻ്റെ എനർജിയുമാണിത്. ഓക്കെ, ഇവിടുത്തെ ഈ ഒരു ഹാർട്ട് സ്പേസിൻ്റെ ഹീലിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ബ്ലെസ്സിങ്സ് പൈൽ നമ്പർ കംപ്ലീഷൻ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു. ഹോം ഡെക്കർ. ഇവിടെ ഹോം വന്നിട്ടുണ്ട്. ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ്, എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. സോൾമേറ്റ്. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞതായിരുന്നു. ഇവിടെ നിങ്ങളുടെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് അവിടുത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. ഹെൽത്തി വെയ്റ്റ് ഗെയിൻ. കുറച്ച് പേർക്ക് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീലിങ്ങിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്, കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്ലെസ്സിങ്. പ്രൊമോഷൻ, കൺഗ്രാറ്റുലേഷൻ. ഇവിടെ കുറച്ച് പേർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. ലവ് ലാംഗ്വേജ്, അഗെയിൻ സ്നേഹത്തിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക, അനുകമ്പ കൊടുക്കുക, കമ്പാഷൻ കൊടുക്കുക, ഹീലിംഗ് കൊടുക്കുക. ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനൽ ബ്ലെസ്സിങ്. താങ്ക് യു. അട്രാക്ഷൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മാസം അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലായിരിക്കും. നിങ്ങൾ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട്, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഒത്തിരി അപ്രീസിയേഷൻ, മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, നല്ല കാര്യങ്ങൾ പറയുക, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു പ്രൊമോഷൻ വന്നിട്ട് നിങ്ങളൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇൻ കേസ് നിങ്ങൾക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ കരിയറായിട്ടല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇവിടെ ഒരു ലെവലപ്പ്, ഒരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ട് എനിക്കിവിടെ ഈ ഒരു മാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറ്റുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് ഒത്തിരി ക്ലയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ കംപ്ലീഷൻ വന്നിട്ട് വീട് പണി പൂർത്തീകരിക്കുന്ന എനർജിയുമാകാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്ക്, എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം മാർച്ച് മാസത്തിലോട്ടുള്ള നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് ഗോൾഡൻ ടാരോ ഡെക്കാണ്. നമുക്കിത് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്കുള്ള മെസ്സേജസ് നോക്കാം. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 3. Pile number 3. Thank you. Pile number 3. Water Guardian, connect with your emotions.
ഫയർ ഗാർഡിയൻ ഇഗ്നൈറ്റ് യുവർ പാഷൻ. രണ്ടും നിങ്ങൾക്ക് എലമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്, വാട്ടർ എലമെൻറ്റും ഫയർ എലമെൻറ്റും. ഓക്കെ, നിങ്ങളുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ലൈനാണ്, അതായത് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ, ഈ ഒരു എനർജി ചാൻഡ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു അന്ധകാരം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നീക്കിയിട്ട് വെളിച്ചം കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങളുടെ സത്യം തിരിച്ചറിയാനായിട്ട് ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് ഈ ഒരു ലൈൻസിൻ്റെ മീനിങ് വന്നിട്ട്, മെയിൻ മീനിങ് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈറ്റ് നിങ്ങൾ തിരിച്ചറിയുക, സത്യം, നീതി. ഓക്കെ, നിങ്ങളുടെ കർമ്മം, നിങ്ങൾ ഗുഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിട്ടേൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങളത് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു എനർജിയാണ് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ കാർഡ് വന്നതും വാട്ടറിൻ്റെ കാർഡാണ്. വാട്ടർ വന്നിട്ട് നമ്മളുടെ ഇമോഷൻസാണ്, വൈകാരികമായിട്ടുള്ള എനർജിയാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഇമോഷൻസ് ഹീൽ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു മന്ത് ശ്രമിക്കുക. കാരണം ചില സമയങ്ങളിൽ നമുക്കൊരു ഓവർവെൽമിങ് എനർജി, ഒത്തിരി ടെൻഷൻസ്, അങ്ങനത്തെയൊക്കെ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും കുറച്ച് പേര് ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ. അപ്പോൾ ഇമോഷൻസ് വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ മനസ്സിൽ എന്താ പറയുക, പിടിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഇമോഷനിൽ നിന്നിട്ട് നമ്മൾ ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് ആ ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ആ കെട്ടിക്കിടക്കുന്ന ആ ഒരു എനർജി, നിങ്ങളത് കുറച്ച് സമയം അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അതായിട്ട് കണക്ട് ചെയ്തിരുന്നിട്ട് കുറേശ്ശെ ആയിട്ട് അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ അന്ധകാരം, ആ പാസ്റ്റ് എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്യാതെ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഫയർ വന്നിട്ട് അഗ്നിയാണ്. അഗ്നി വന്നിട്ടും നമുക്കറിയാൻ പറ്റും ശുദ്ധീകരിക്കുന്ന എനർജിയാണ്. ഓക്കെ, ക്ലെൻസിങ്ങിൻ്റെ എനർജിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു എനർജീസ് നിങ്ങളെ ക്ലെൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഒരു മന്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതൊരു മെയിൻ ഗോളായിട്ട് നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് ഈ ഒരു മാസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ഈ ഒരു വാട്ടർ എലമെൻറ്റ് വന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവായിട്ടുള്ള ടാലൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ടാലൻസ് ഉണ്ടാകാം, ഒത്തിരി ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടാകാം, ഒത്തിരി കലാപരമായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മാസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കരിയർ ഫീൽഡിലായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മാസം വന്നിട്ട് കുറേ കൂടെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്രയായിട്ട് കണക്ട് ചെയ്യുക, കുറേ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, ആ ക്രിയേറ്റീവ് ഐഡിയാസ് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ കുറച്ച് പേരോട് ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു മാർച്ച് മാസം നിങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, പയൽ നമ്പർ 3. ബ്രീത്ത്. ഡു ഐ അക്സെപ്റ്റ് മൈസെൽഫ് വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. എർത്ത് വേമാണ് വന്നേക്കുന്നത്, മണ്ണിര. നിങ്ങളുടെ എനർജി ഈ ഒരു മാസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മണ്ണിര നമുക്കറിയാം, എന്താ പറയുക, മണ്ണിൽ കൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. അതിൻ്റെ എനർജി എർത്തായിട്ട് ഡീപ്പായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയും ഈ ഒരു മാസം ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്കേജ് ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, ബ്രീത്ത് വന്നിട്ട് ഒത്തിരി ടെൻഷൻസ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ബ്രീത്തിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളെന്താണോ, നിങ്ങളുടെ പാസ്റ്റ് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം. നിങ്ങൾ ഓവറായിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാകാം, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ കൂടെയുള്ളവരെ എല്ലാം നിങ്ങൾ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, അത് തരണം ചെയ്തിട്ട് നിങ്ങളുടെ പാഷനായിട്ട്, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളോട് ഈ ഒരു മാസം പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ഫ്രോഗാണ്, സ്വിം. ആം ഐ ഫോളോയിങ് ത്രൂ മെറ്റമോർഫസിസ്, ചേഞ്ചസ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത്? കുറച്ച് പേർക്ക് ചേഞ്ചസ് ഇഷ്ടമുണ്ടാകില്ല, മാറ്റാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഫസ്റ്റ് നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അത് മനസ്സിലാക്കാനായിട്ട് ചെറിയൊരു തടസ്സം നമ്മളുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ശരിക്കും നിങ്ങൾ തിങ്ക് ചെയ്യുക, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം നമുക്കൊന്നും ഫോഴ്സ് ചെയ്തിട്ട് ആരെക്കൊണ്ടും ഒന്നും ചെയ്യിക്കാനായിട്ട് സാധിക്കത്തില്ല നിങ്ങളെയും. അതുകൊണ്ടിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഈ ഒരു മാസം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് പാസ്റ്റ് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം. ഈ ഇമോഷണൽ എനർജി വന്നിട്ട് ചിലപ്പോൾ പാസ്റ്റിലെ മെമ്മറീസ്, പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടാകാം. ആ ഒരു സമയത്ത് നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരുന്നിട്ട്, നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്ത് ഇരുന്നിട്ട് ഈ ഒരു സമയത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു മന്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ അവർ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങളും പറയുന്നുണ്ടാകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗ്രോത്ത് കൊണ്ടുതരുന്ന അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ ആ ഒരു എനർജി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ അപ്രോച്ചിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു മാസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ടാരോട്ട് കാർഡ്സ് നോക്കാം ഈ ഒരു മാസത്തിലോട്ടുള്ള. താങ്ക് യു. പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3. ഒന്നുകൂടെ എടുക്കാം. താങ്ക് യു. പൈൽ നമ്പർ 3. Nine of Swords, High Priestess. ഈ ഒരു മാസം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റ്യൂഷൻ ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിസ്ഡം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിവുകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടാകാം. ആ ഒരു എനർജി ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുത്തു കഴിയുമ്പോൾ ഈ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ എനർജി, നിങ്ങളെ എപ്പോഴും വിഷമിപ്പിക്കുന്ന എനർജി, ടഫായിട്ടുള്ള ആ ഒരു സൈക്കിൾ, അത് നിങ്ങൾക്ക് മറികടക്കാനായിട്ട് അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അറിവുകളുണ്ട്, ഒത്തിരി ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ വാട്ടർ ഗാർഡിയൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഗട്ട് ഫീലിംഗ്, അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മാസം വന്നിട്ട്. കൂടുതലായിട്ട് നോക്കാം. സൺ കണ്ടോ, 6 ഓഫ് കപ്സിൻ്റെ എനർജി. ഇത് വന്നിട്ട് പാസ്റ്റിലെ എനർജീസാണ്. പാസ്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ടാകാം, പാസ്റ്റിലെ ഫ്രണ്ട്സ് ആയിരിക്കാം, പാസ്റ്റിലെ മെമ്മറീസ് ആയിരിക്കാം, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് റിട്ടേൺ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളോട് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, നല്ല വശങ്ങൾ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ മുന്നിലോട്ട് എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയുക. കാരണം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ട്രൂത്ത്, അതിൻ്റെ സത്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, അതിൽ നിന്ന് കുറച്ച് പേർക്ക് മാറാനായിട്ട് സാധിച്ചു. അതിന് ഈശ്വരനോട് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ തന്നെ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഈശ്വരൻ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതായിരിക്കും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു സൺ വന്നിട്ട് കുറച്ചും കൂടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടും നിങ്ങൾ ഈ ഒരു മന്ത് ശ്രമിക്കുക. അതും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മാസം വന്നിട്ട് സ്റ്റിൽനെസ്സിൻ്റെ എനർജി. ഈ ഒരു ഹൈ പ്രീസ്റ്റസിലും ആ ഒരു ഗുണമുണ്ട്, അതായത് സ്റ്റില്ലായിട്ടിരിക്കാൻ പറ്റുന്ന എനർജി. തൻ്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം തൻ്റെ ഇന്നർ ട്രൂത്തായിട്ട്, തൻ്റെ ഉള്ളിലെ സത്യമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം പീരീഡാണ്. ഓക്കെ, അങ്ങനെ
ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി ഡൈവേർട്ട് ചെയ്യാനായിട്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. ഓക്കെ, കണ്ടോ 7 of Swords, ഡെത്ത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാസം ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, ആദ്യം ഞാൻ ആ ഫ്രോഗിൻ്റെ എനർജി ഇവിടെ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഒത്തിരി മെറ്റമോർഫസിസ്, ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അത് നിങ്ങൾ പോസിറ്റീവായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, പ്രത്യേകിച്ചും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നിങ്ങൾ എന്താണ് പറയുന്നത്, എന്തൊക്കെയാണ് കേൾക്കാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, അതെല്ലാം കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ ഗിഫ്റ്റ്സ് അത് കുറേ കൂടെ നിങ്ങൾക്ക് ചാനൽ ചെയ്യാനായിട്ട് ഈ ഒരു മന്ത് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഈ ഒരു ചേഞ്ച് വന്നിട്ട് ഈ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഒരു ന്യൂ ഡയറക്ഷൻ, ഒരു പുതിയ പാതയിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചേഞ്ചസിനോട് എസ് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒത്തിരി ഡിനയലിലോട്ട് പോകാതിരിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു മാസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ 7 of Swords വന്നിട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് സെൽഫ് സാബോട്ടേജിങ് എനർജിയാണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വില്ലനായിട്ട് മാറുക, ഒരു ബ്ലോക്കേജ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു 7 of Swordsൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നമുക്ക് 3 of Swordsൻ്റെ എനർജി ഉണ്ട്. പാസ്റ്റിലെ വിഷമങ്ങൾ, പാസ്റ്റിലെ പെയിൻ, വൂണ്ട് അതെല്ലാമാണ്. അത് നിങ്ങൾ കൊണ്ടു നടക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. അങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തന്നെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ്, കറക്റ്റ് എപ്പോഴതിൽ നിന്ന് മാറണം, എങ്ങനെ എനർജി റീഡയറക്റ്റ് ചെയ്യണം, അതിൽ ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു മാസം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 6 of Swordsൻ്റെ എനർജി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട്, കുറച്ചും കൂടെ പീസ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു മന്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ട്രാവലിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത് പാസ്റ്റിൽ നിങ്ങൾ നേടിയ വിസ്ഡം, അറിവ്, നോളേജ്, എക്സ്പീരിയൻസ് അതെല്ലാം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം അത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് എന്താണ്, നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ കമ്പാഷൻ കൊണ്ടുവരാനായിട്ട്, നിങ്ങളെ കുറച്ചും കൂടെ സ്നേഹിക്കാനായിട്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീനിലൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളെ സ്നേഹിച്ച് കഴിയുമ്പോൾ കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫൊർഗീവ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരെ ഫൊർഗീവ് ചെയ്യാനായിട്ട്, പാസ്റ്റിലെ എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഗ്രോത്ത് കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ഒത്തിരി കറേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു കറേജ്, ആ ഒരു ധൈര്യം വരണ സമയത്ത് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, പാഷനായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു മന്തിലോട്ടുള്ള. താങ്ക് യു. പായൽ നമ്പർ 3യുടെ അഫർമേഷൻ എന്താണ് ഈ ഒരു മന്തിൽ? പായൽ നമ്പർ 3 അഫർമേഷൻ: മൈ ബോഡി ഈസ് മൈ ടെമ്പിൾ. വാവ്, സെൽഫ് കെയർ റുട്ടീനാണ് പറയുന്നത്. നിങ്ങളെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. ഇവിടെ ടെമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് പവിത്രമായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി പവിത്രമായിട്ട് വയ്ക്കാനായിട്ട്, ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ നിലനിർത്താനായിട്ട് ഈ ഒരു മന്ത് ശ്രമിക്കുക. ഓക്കെ, അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് വിഷമം വരുന്ന രീതിയിൽ നിങ്ങളോട് തന്നെ പെരുമാറാതിരിക്കുക. ഓക്കെ, ഏറ്റവും ശുദ്ധമായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഉള്ളും നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവയറമെൻറ്റും. ഓക്കെ, കുറച്ച് പേർക്ക് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കൽ ബോഡി കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഈ ഒരു മാസം പറയുന്നുണ്ട്. ഓക്കെ, മൈ ബോഡി ഈസ് മൈ ടെമ്പിൾ.
I won't beat myself up when I make mistakes, but rather learn from them. Again, ഞാൻ ആദ്യം പറഞ്ഞ എനർജി തന്നെയാണ്. നിങ്ങൾ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഈ മാസം സംഭവിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അവിടെ നിന്നിട്ട് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും, പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതിൽ നിന്ന് നിങ്ങൾ ലെസൺസ് ലേൺ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അവിടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ സ്റ്റക്കായിട്ടിരിക്കുന്നതാണ്. കുറച്ച് പേർക്കിത് നിങ്ങൾ മറ്റുള്ളവരിൽ കൂടുതൽ ഡിപ്പെൻഡായിട്ടിരിക്കുന്നുണ്ടാകാം. അവരെന്താണ് പറയുന്നത്, വാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ കൂടുതൽ സ്റ്റക്കാക്കി നിർത്തുന്നതാണ്. ഓക്കെ, നിങ്ങളെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ എനർജി വൈബ്രേഷനായിട്ട് മാച്ച് ആകുന്ന ഫാമിലി ആയിരിക്കത്തില്ല, ഫ്രണ്ട് സർക്കിൾ ആയിരിക്കത്തില്ല. പക്ഷേ അത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എത്രയൊക്കെ നമ്മുടെ ലൈഫിൽ സ്റ്റക്കാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ലൈഫ് ഒത്തിരി പോസിറ്റീവായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഈ പോസിറ്റീവ് എനർജിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഓവറായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാവരും മിസ്റ്റേക്സ് വരുത്തും ലൈഫിൽ. ഓക്കെ, അത് സാരമില്ല. അവിടെ നിന്ന് പഠിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നോക്കാം, പായൽ നമ്പർ 3. ലുക്ക് ഫോർ സൈൻ. ഈ ഒരു മാസം വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ്, ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു ഹൈ പ്രീസ്റ്റസിൽ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒത്തിരി സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മന്താണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൈൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവരുടെ വാലിഡേഷൻ, അവരെന്താണ് എന്നെക്കുറിച്ചിട്ട് പറയുന്നത്, അതിലെല്ലാം നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വിട്ടു വരാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അങ്ങനെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് പേർക്ക് അത് ഹാബിറ്റ്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്വഭാവങ്ങളായിരിക്കാം. ഓക്കെ, അത് കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുള്ളാകുക ഈ ഒരു മാസം വന്നിട്ട്. അതിന് പകരം നിങ്ങളുടെ ലൈഫ് പർപ്പസ് ആയിട്ട്, എനിക്ക് എന്താണ് എൻ്റെ ലൈഫിൽ ചെയ്യാൻ സാധിക്കുന്നത്, അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യെസ്, യെസ് ആൻഡ് യെസ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വന്നിട്ട് എസ്, എസ് ആൻഡ് എസ് ആണ്. ഓക്കെ, താങ്ക് യു. സ്വാമി വിവേകാനന്ദ. കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് വന്നിട്ട് നല്ല ബുക്സായിട്ട് കണക്ട് ചെയ്യുന്നത്, വായനാശീലം വർദ്ധിപ്പിക്കുന്നത്, അതെല്ലാം നിങ്ങളെ ഈ ഒരു മാസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല നല്ല അറിവ് നേടുന്ന എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മാസം ശ്രദ്ധിക്കുക. കുറച്ച് പേർക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു മാസം നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം, പഠിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് കുറേ കൂടെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, അതിനെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യാനായിട്ടും ഈ ഒരു സമയം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു മാസം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാനായിട്ട്, ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അതെന്നെ എന്താണ് പഠിപ്പിച്ചത്, അതിൽ നിന്ന് എനിക്ക് എന്ത് ഗ്രോത്ത് ആണ് നേടാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി ഡാർക്ക്നെസ് ഉണ്ടാകാം, അതുകൊണ്ടിട്ടായിരിക്കാം ആ ഒരു വ്യക്തി അങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ എല്ലാം ഒരു സ്പിരിച്വൽ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കാം ഈ ഒരു മാസം. ഗോം ആൻഡ് എക്സൈറ്റിംഗ് ഇവൻറ്റ്. ഈ ഒരു മാസം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് സംഭവിക്കുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒത്തിരി എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജി, നിങ്ങൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മന്തായിരിക്കും. ബേർഡ് പെർച്ച്ഡ്, വെയിറ്റിംഗ് ഫോർ ന്യൂസ്, പാക്കേജസ് ആൻഡ് ലെറ്റർ. ഓക്കെ,
ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ പാക്കേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം, ഓക്കെ, ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായിരിക്കാം, കുറച്ച് പേർക്ക് ഫ്രണ്ട്സിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടാകാം, കുറച്ച് പേർക്ക് ലെറ്ററാണ്, ഓക്കെ, കുറച്ച് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആയിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നതാണ്. പൈൽ നമ്പർ 3, കീ സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ ഒരു മാസം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു കീ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും വാഹനം മേടിക്കുന്നുണ്ടാകാം, കുറച്ച് പേർക്ക് ഇത് വീടിൻ്റെ കീ ആയിരിക്കാം, കുറച്ച് പേർക്ക് ലോക്കറിൻ്റെ കീ ആയിരിക്കാം, ഓക്കെ, കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ന്യൂ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ഓക്കെ. ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ഫിഷ്, ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത്. ഈ ഒരു മാസം നിങ്ങൾക്ക് ഒത്തിരി സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് മെറ്റീരിയൽ അബണ്ടൻസ്, ഗ്രേപ്സും വന്നിട്ട് ഇവിടെ അബണ്ടൻസിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ടൈം ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ. ഈ ഒരു വീക്ക് എഗെയിൻ ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു മാസം സെലിബ്രേഷൻസ്, ഒത്തിരി ഫൺ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ. ബാക്കിൽ കണ്ടോ ഡോഗ്സ്, ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് അവസരം ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ബ്ലെസ്സിങ് നോക്കാം. പൈൽ നമ്പർ 3യുടെ ബ്ലെസ്സിങ്സ് എന്താണ്? ഡിവൈൻ പ്രൊട്ടക്ഷൻ, ബ്യൂട്ടിഫുൾ. ഈശ്വരൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നതാണ്. സ്കിൻ കെയർ റുട്ടീൻ, ഇവിടെ കുറച്ച് പേര് സ്കിൻ കെയർ റുട്ടീനിൽ കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കോസ്മെറ്റിക്സ്, എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് റിസൾട്ട്സ്. ഗ്ലോ അപ്പ്, ഇവിടെ ഒരു ഗ്ലോ അപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേരുടെ ഇത് എഗെയിൻ സ്കിന്നിൻ്റെ എനർജി ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ചെയ്യുന്നുണ്ടാകാം. ഒത്തിരി കോംപ്ലിമെൻറ്റ്സ് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. ന്യൂ ഇൻസ്പിറേഷൻ, ഇവിടെ നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ ഇൻസ്പിറേഷൻസ് ഈ ഒരു മാസം ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻസ്, എഗെയിൻ നിങ്ങൾക്ക് ഇവിടെ ഉത്തരങ്ങൾ, പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫ്, ഇവിടെ കുറച്ച് പേര് നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ഫേസിലോട്ട് കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ജോലി ലഭിക്കുന്നതായിരിക്കാം. കുറച്ച് പേര് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ഫേസിലോട്ട് കടക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, ഗ്ലോ അപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ. വ്യക്തിത്വത്തിൽ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ട് ഈ ഒരു മാസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിൽ അവിടെ ഒരു ഗ്രോത്ത്, ഒരു നെക്സ്റ്റ് ഫേസിലോട്ട്, അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ടെലിപ്പത്തിക്, എഗെയിൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഇൻറ്റ്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിപ്പത്തി ഇവിടെ സ്ട്രോങ് ആകുന്നതാണ്, ഓക്കെ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ്, എന്തെങ്കിലുമൊക്കെ കോയിൻസിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു മാസം സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മറ്റുള്ളവരുടെ എനർജി നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, ഓക്കെ. ട്രൂ ഫീലിങ്സ് കണ്ടോ, ഇമോഷൻസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ട്രൂ ഫീലിങ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒരു അപ്പോളജി ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ. സത്യസന്ധമായിട്ടുള്ള ഒരു എനർജിയാണ് ട്രൂ ഫീലിങ്സ്. ബ്ലെസ്ഡ് ചേഞ്ച് കണ്ടോ, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു മാസം സംഭവിക്കുന്നതാണ്. ബാക്കിൽ വന്നിട്ട് ഗുഡ് ഹെൽത്താണ്.
നിങ്ങൾക്ക് ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇൻ കേസ് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഇമ്പ്രൂവ് ആയിട്ട് ഈ ഒരു മാസം വരുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് കുറച്ച് പേർക്ക് കാണാനായിട്ട് ഈ ഒരു മാസം പറ്റുന്നുണ്ടാകാം. അപ്പോൾ ഹെൽത്ത് ഇവിടെ ഇമ്പ്രൂവ് ആകുന്നതാണ് ഈ ഒരു മാസം. കുറച്ച് പേർക്ക് ഈ ഒരു ഹെൽത്ത് വന്നിട്ട് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലുള്ള എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ചേഞ്ചും ആകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇമോഷണലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട്, മെൻ്റലി നിങ്ങൾ ഒത്തിരി ടെൻഷൻസിലിരിക്കുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട്. ഓക്കെ, അതിനെല്ലാം ഒരു ബ്ലെസ്സിങ് ഈ ഒരു മാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ വെൽത്ത് വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ ഒരു മാസം മേടിക്കാനായിട്ടും ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. അതിനാവശ്യമുള്ള ഫണ്ട്, അതിനാവശ്യമുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഈ ഒരു മാസം ലഭിക്കുന്നതാണ്. കുറച്ച് പേര് പുതിയ പെറ്റ്സിനെ മേടിക്കുന്നുണ്ടാകാം. ഇവിടെ നമുക്ക് ഗോൾഡ് ഫിഷ് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ബേർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പൈൽ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.